ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് പഞ്ചാബ് കിങ്സ്. ഈ രണ്ട് ടീമുകൾ IPL ഏറ്റുമുട്ടിയ അവസാനത്തെ രണ്ട് അവസരങ്ങളിലും റെക്കോർഡ് ബ്രേക്കിംഗ് മാച്ചസ് ആണ് നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ കാര്യം പറയുകയാണെങ്കിൽ IPL ഹയസ്റ്റ് ചേസ്, ഈ സീസണിലെ കാര്യം പറയുകയാണെങ്കിൽ ലോവസ്റ്റ് ടോട്ടൽ ഡിഫൻഡഡ്. രണ്ട് തവണയും വിജയികളായത് പഞ്ചാബ് കിങ്സ് ആണ്. അപ്പോൾ ഈഡൻ ഗാർഡൻസിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തീർച്ചയായും കണക്കുകൾ തീർക്കാനുണ്ട്. നമ്മൾ ഈ സീസണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 8 കളികളിൽ നിന്ന് 3 വിജയവുമായിട്ട് 7ാം സ്ഥാനത്താണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അപ്പോൾ അവർക്ക് ഇനി പ്ലേ ഓഫ് ഉറപ്പിക്കണമെങ്കിൽ ഇനിയുള്ള 6 മത്സരങ്ങൾ 5 വിജയം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം അവർക്ക് ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. ഇനി പഞ്ചാബ് കിങ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 8 കളികളിൽ നിന്ന് 5 വിജയവുമായിട്ട് അവർ 5ാം സ്ഥാനത്താണ്. ഇനിയുള്ള 6 കളികളിൽ ഒരു 3 വിജയം ഉണ്ടെങ്കിൽ അവർക്ക് ഏറെക്കുറെ പ്ലേ ഓഫ് ഉറപ്പിക്കാം. അവർ കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ പൊസിഷനിലാണ്. എന്നാൽ പഞ്ചാബ് കിങ്സിന്റെ മുകളിൽ പ്രഷർ വരുന്നുണ്ട്, കാരണം അവർ ഇടയ്ക്കൊന്ന് ഇൻകൺസിസ്റ്റന്റ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഓൾറെഡി GT, DC, RCB ഇവർ 3ഉം 6 വിജയങ്ങളായിട്ട് മുന്നിലാണ്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് ഫോമിലേക്ക് തിരിച്ചെത്തി. അതായത് തുടർച്ചയായിട്ട് 4 ജയങ്ങളുമായിട്ട് മുംബൈ ഇന്ത്യൻസ് 4ാം സ്ഥാനത്താണ്. അതുപോലെ ഈ 9 മത്സരങ്ങളിൽ 5 ജയമായിട്ട് LSC തൊട്ടു പുറകിലുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേ ഓഫ് റേസ് എന്ന് പറയുന്നത് ഹീറ്റപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയൊരു തോൽവി വന്നു കഴിഞ്ഞാൽ ആ ഒരു മൊമെന്റം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ പ്രശ്നത്തിലാകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകൾക്കും ഇതൊരു ഇമ്പോർട്ടന്റ് മാച്ചാണ്. എന്നാൽ KKRന്റെ കാര്യം പറഞ്ഞാൽ പഞ്ചാബിനെ അപേക്ഷിച്ച് അവർക്ക് കുറച്ചുകൂടി ക്രൂഷ്യലാണ്. ആദ്യം നമുക്ക് ഹോം ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കാര്യം തന്നെ നോക്കാം. അവർ ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് ആണ്. എന്നാൽ ആ ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് എന്ന പകിട്ടിന് ചേർന്ന പ്രകടനമല്ല അവർ കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഓപ്പണിംഗിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ സീസണിൽ അവരുടെ ഓപ്പണേഴ്സിന്റെ ആവറേജ്, അതായത് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിന്റെ ആവറേജ് 19 മാത്രമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞു, കഴിഞ്ഞ സീസണിൽ അവരുടെ ആ ഒരു കുതിപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായത് ഓപ്പണിംഗിൽ അവർക്ക് കിട്ടുന്ന ഒരു സ്റ്റാർട്ടാണ്, ഫിൽ സോൾട്ടും സുനിൽ നരേനും ചേർന്നിട്ട്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ അവർ ആവറേജ് ചെയ്തത്, ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ ആവറേജ് ചെയ്തത് 40+ ആണ്. സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ 200+ വരും. ആ സ്ഥാനത്താണ് ഈ സീസണിൽ അവർക്ക് 19 മാത്രം ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ ആവറേജ് കിട്ടുന്നത്. ഇപ്പോൾ ഡീകോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫെയിലായി. RRനെതിരെ ഒരു മത്സരം മാത്രമാണ് കളിച്ചത്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ പകരം ഗുർബാസ് വന്നു, ഗുർബാസും ഫെയിലായി. പക്ഷേ ഗുർബാസ് ഒറ്റ മത്സരമേ കളിച്ചിട്ടുള്ളൂ എന്നതിനാൽ ഒരു ലോങ് റോപ്പ് കിട്ടാൻ തന്നെയാണ് സാധ്യത. സുനിൽ നരേനും കണ്ടിന്യൂസ് ആയിട്ട് ഫെയിൽ ആവുന്നുണ്ട്. അവിടെ ഇവിടെയും ചെറിയ ഷോർട്ട് കമിയോസ് കളിച്ചതല്ലാതെ ഓപ്പണിംഗിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ തരാൻ, കഴിഞ്ഞ സീസണിൽ തന്ന പോലെ ഒരു കോൺട്രിബ്യൂഷൻ തരാൻ സുനിൽ നരേനും കഴിയുന്നില്ല. ഇനി മിഡിൽ ഓർഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ അജിൻക്യ രഹാനെ നല്ല ഫോമിലാണ്. രഹാനെ പ്രോപ്പറായിട്ട് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രഘുവംശി ടച്ചിലുള്ള ഒരു പ്ലെയർ ആണ്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ രഘുവംശിയുടെ ബാറ്റിംഗ് ഓർഡർ മാറ്റി ആകെ ഒരു ഇംബാലൻസ് അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത്. പിന്നീട് ബാറ്റിംഗ് ഓർഡറിൽ അവസാനം വന്നിട്ടും രഘുവംശി ഡീസൻ്റ് ആയിട്ട് തന്നെ കളിച്ചു, പക്ഷേ കാര്യമില്ലാതായി പോയി. പിന്നീട് അവിടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് വെങ്കടേശ്വരാണ്. വെങ്കടേശ്വരന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 23.75 കോടിക്ക് അവർ ടീമിൽ തിരികെ എത്തിച്ച പ്ലെയർ ആണ് വെങ്കടേഷ്. അപ്പോൾ വെങ്കടേഷിൽ നിന്ന് അത്ര ഒരു ഹൈ എക്സ്പെക്ടേഷൻസ് വെക്കുന്നത് കൊണ്ടാണ് അവർ അത്രയും ഒരു ടോട്ടൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായത്. എന്നാൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന് തക്കതായിട്ടുള്ളൊരു റിട്ടേൺ നമ്മുടെ വെങ്കടേഷിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇടയ്ക്ക് 1-2 മത്സരങ്ങൾ കളിച്ചു എന്ന് മറക്കുന്നില്ലെങ്കിലും കഴിഞ്ഞ മത്സരത്തിലൊക്കെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. 19 മുതൽ 14 റൺസാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ വെങ്കടേഷ് ചുവപ്പ് ചെയ്ത ബോൾ മത്സരത്തിൽ KKRനെ മോശമായിട്ട് ബാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നീട് റിങ്കു സിംഗിനായാലും കാര്യമായിട്ടൊരു കോൺട്രിബ്യൂഷൻ തരാൻ സാധിക്കുന്നില്ല. പിന്നീട് അവിടെ പറയേണ്ടത് ആന്ധ്ര റസലാണ്. റസല് ഈ സീസണിൽ ബാറ്റ് കൊണ്ടായാലും ബോൾ കൊണ്ടായാലും ഇപ്പോൾ ഒരുപാട് കോൺട്രിബ്യൂട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല. കിട്ടിയ അവസരങ്ങളിൽ അങ്ങനെ ടീമിനെ ജയിപ്പിക്കാനായിട്ട് റസലിന് കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ റഷീദ് ഖാനെതിരെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനു മുൻപ് ജയിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. ചഹലിന്റെ ഓവറിൽ നന്നായിട്ട് കളിച്ചെങ്കിലും അടുത്ത ഓവറിൽ പുറത്തായി. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഫിനിഷിങ്ങിലും ആ ഒരു ഫൈനൽ ടച്ച് കിട്ടുന്നില്ല. ആകെപ്പാടെ നമുക്ക് പോസിറ്റീവ്സ് പറയാനുള്ളത് രഹാനയുടെയും രഘുവംശയുടെയും ഫോം മാത്രമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാറ്റിംഗിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബോളിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ബാറ്റിങ്ങിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഭേദമാണ് കാര്യങ്ങൾ. വരുൺ ചക്രവർത്തി, സുനിൽ നരേനും ഉണ്ട്. ഇപ്പോൾ വൈഭവ് അറോറ ആയാലും ഹർഷിത് റാണ ആയാലും ചില മത്സരങ്ങളിൽ എക്സ്പെൻസീവ് ആവുന്നുണ്ട്, ചില മത്സരങ്ങളിൽ വിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പഞ്ചാബിനെതിരെയൊക്കെ മത്സരത്തിൽ അവർ നന്നായിട്ട് ബോൾ ചെയ്തു. ബാറ്റിംഗ് ആണ് അവരെ ലെറ്റ് ഡൗൺ ചെയ്തത്. അപ്പോൾ ബാറ്റിങ്ങിനെ അപേക്ഷിച്ച് നോക്കിയാൽ ബോളിംഗ് കുറച്ചുകൂടി ഭേദമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ ഈ KKR സൈഡിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ പോലെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മത്സരം അവർക്ക് കിട്ടുന്നില്ല. ഇനി നോക്കിയാൽ കോർ ഇവിടെ തന്നെയുണ്ട്. കഴിഞ്ഞ കപ്പ് നേടിയ ടീമിലെ 8 താരങ്ങൾ ഇപ്പം ഇവർക്കുണ്ട്. പക്ഷേ ഇല്ലാത്ത താരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഷ്യൽ കോൺട്രിബ്യൂഷൻസ് തരാൻ കെൽപ്പുള്ള പ്ലേയേഴ്സ് ആണ്. അതായത് 1 ഫിൽ സാൾട്ട്, 2 ശ്രേയസ് അയ്യർ, 3 മിച്ചൽ സ്റ്റാർക്ക്. ഈ 3 പേരുടെ വിടവ് ഇവരെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ ബെഞ്ചിലേക്ക് നോക്കിയാൽ ബെഞ്ചും സ്ട്രോങ് അല്ല. ഇപ്പോൾ ഞാൻ അവരുടെ ടീം അനാലിസിസ് വീഡിയോയിൽ തന്നെ പറഞ്ഞ കാര്യമാണ്, അവരുടെ ബെഞ്ച് എന്ന് പറയുന്നത് സ്ട്രോങ് അല്ല. പ്രത്യേകിച്ച് അവരുടെ ഈ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ബ്രേക്ക് ചെയ്യാതെ അവർക്ക് റീപ്ലേസ്മെന്റ് കൊണ്ടുവരാനും സാധിക്കില്ല. ഇനിയിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റോമൻ പവൽ ഉണ്ട്. പവൽ എന്ന് പറയുന്നത് നമുക്ക് റസലിന് പകരം ഫിനിഷിംഗിൽ ഇട്ട് നോക്കാം, പക്ഷേ റസലിന്റെ ഒരു ബോളിംഗ് എന്ന് പറയുന്ന ഒരു ആംഗിൾ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ റസൽ കണ്ടിന്യൂസ് ആയിട്ട് ഫെയിൽ ആയ സ്ഥിതിക്ക് പവലിനെ ഇട്ട് നോക്കുന്നതിൽ തെറ്റില്ല എന്ന് വേണം പറയാൻ. പക്ഷെ എന്നാലും ആ ഒരു ലൈക്ക് ഫോർ ലൈക്ക് അല്ല. ഇനിയുള്ള മൊയിൻ അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിൽ നരേൻ ഒരു റീപ്ലേസ്മെന്റ് ആണ്. അല്ലാതെ മൊയിൻ അലിയെ നമുക്ക്
റസലിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല. കാരണം മൊയിൻ അലി ടോപ്പ് ഓർഡർ ബാറ്ററാണ്. മൊയിനെ ഫിനിഷിംഗിൽ ഇറക്കിയോണ്ട് വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. റസൽ ഒരു മീഡിയം ബേസ് ബോളറും നമ്മുടെ മൊയിൻ അലി ഒരു സ്പിന്നറുമാണ്. അപ്പോൾ അവിടെ ഒരു ലൈക്ക് ഫോർ ലൈക്ക് അല്ല, നരൈനുമായിട്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് മൊയിൻ അലി. ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അവരുടെ, അതായത് ടോപ്പിൽ നരൈൻ വന്നിട്ട് 8ാമത് രമൺദീപ് വരുന്ന ആ ഒരു കോമ്പിനേഷൻ ബ്രേക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് യങ് പ്ലേയേഴ്സിനായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അവരുടെ ഒരു പ്രശ്നം. അപ്പോൾ അവരുടെ കറന്റ് കോർ ഫോം ആവുക, എന്നിട്ട് വലിയ വ്യത്യാസം കോമ്പിനേഷൻ കാര്യമായിട്ട് ഉടയ്ക്കാതെ യങ് പ്ലേയേഴ്സിനെ ആയാലും ആരായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ഓപ്ഷനായിട്ടുള്ളത്. ഇനി പഞ്ചാബിന്റെ കാര്യത്തിലേക്ക് വന്നാൽ KKR-ഉമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ഭീകരമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ അവരുടെ ബാറ്റിംഗ് ഓർഡർ എന്ന് പറയുന്നത് KKR-നെ സംബന്ധിച്ച് എന്തുകൊണ്ടും ബെറ്റർ ആണ്. ഇപ്പോൾ സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യം നോക്കിയാൽ ടോപ്പ് 5-ലുള്ള പ്ലേയേഴ്സ് ആണ്. പ്രിയാൻ ഷാരി ആയാലും ശ്രേയസ് അയ്യർ ആയാലും. ഇപ്പോൾ ഓപ്പണിംഗിൽ പ്രിയാൻഷും പ്രഭ്സിമ്രാനും ചേർന്ന് നല്ല സ്റ്റാറ്റ്സ് കൊടുക്കുന്നുണ്ട്. ശ്രേയസ് അയ്യരുടെ ഒരു ഇൻഡിഫറൻറ്റ് ഫോമാണ്. ചില മത്സരങ്ങളിൽ നന്നായിട്ട് കളിക്കും, ചില മത്സരങ്ങളിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച് വിക്കറ്റ് കളയും. അതാണ് ശ്രേയസിന്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അതൊന്ന് കൺസിസ്റ്റന്റ് ആക്കാനായിട്ടായിരിക്കും ശ്രേയസ് ശ്രമിക്കുന്നത്. പിന്നീട് അവരുടെ ബാറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ ഒരു ഇഷ്യൂ ഉള്ളത് അവരുടെ ഓവർസീസ് പ്ലെയറിന്റെ ഫോമാണ്. അതായത് ആദ്യം മാക്സ്വെലിനെ കളിപ്പിച്ചു, മാക്സ്വെൽ കാര്യമായിട്ടൊന്നും പെർഫോം ചെയ്തില്ല. സ്റ്റോയിനിസ് ഒരു മത്സരത്തിൽ നല്ലൊരു ഫിനിഷിംഗ് നൽകിയത് ഒഴിച്ചാൽ ഹൈദരാബാദിനെതിരെ പിന്നെ വേറെ ഒരു കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇല്ല. ഇംഗ്ലീഷിനെ കൊണ്ടുവന്നു, ഇംഗ്ലീഷും കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് തന്നില്ല. അപ്പോൾ ആ ഒരു സ്ലോട്ടിൽ വരുന്ന പ്ലെയർ നന്നായിട്ട് കളിക്കുന്നില്ല, അതൊരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ചഹൽ തിരികെ ഫോമിലേക്ക് വന്നു. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഭീകരമായിട്ടൊരു കോൺട്രിബ്യൂഷൻ വന്നില്ലെങ്കിലും അതിന് മുൻപുള്ള 2 മത്സരങ്ങൾ നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്തത്. KKR-നെതിരെ ആയാലും RCBക്കെതിരെ ചിന്നസ്വാമിയിലായാലും അതുപോലെ തന്നെ മാർക്കോ യാൻസൺ ആയാലും അർഷദീപ് ആയാലും ഒക്കെ വിക്കറ്റ് കോളത്തിൽ ഇടം കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ പഞ്ചാബ് കിങ്സിന് വലുതായി ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. സാധാരണയായിട്ട് ഈഡൻ ഗാർഡൻസിൽ ടോസ് നേടുന്ന ക്യാപ്റ്റന്മാർ ചേസ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഡ്യൂവും എക്സ്പെക്റ്റഡ് ആണ്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഫലം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ GT 198 എന്നൊരു ടോട്ടൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം സക്സസ്ഫുൾ ആയി ഡിഫെൻഡ് ചെയ്തു. ഇപ്പോൾ സായി കിഷോറിനായാലും റഷീദ് ഖാൻ ആയാലും ടേൺ കണ്ടെത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ KKR GT മത്സരം നടന്ന പിച്ച് തന്നെയാണ് ഇന്നും ഉപയോഗിക്കുക. അപ്പോൾ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും അത് വലിയൊരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയില്ല. കഴിഞ്ഞ മത്സരത്തിലെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ വലിയ പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇനി പ്രെഡിക്റ്റഡ് പ്ലേയിങ് 12 വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, KKR-ന്റെ കാര്യത്തിൽ അവർക്ക് ബെഞ്ച് സ്ട്രോങ് അല്ല. ബെഞ്ചിൽ നിന്ന് ആരെങ്കിലും ഇറക്കണമെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ അവർ അതിന് തയ്യാറാവുമോ എന്ന കാര്യം എനിക്കറിയില്ല. ഇനി ഒരു ടോസപ്പ് വരാൻ സാധ്യതയുള്ളൊരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ മൊയിൻ അലി, ആൻഡ്രിക് നോർക്കിയ, അതുപോലെ തന്നെ സ്പെൻസർ ജോൺസ്, ഈ 3-ൽ ഒരാൾ ടീമിലെത്തും. ഇതുപോലെ സ്പിന്നെ കുറച്ചുകൂടി തുടങ്ങുന്ന പിച്ചാണെങ്കിൽ മൊയിൻ അലിക്കായിരിക്കും ചാൻസ്. ഇനി പഞ്ചാബിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ഇപ്പോൾ സ്റ്റോയിനിസ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മാക്സ്വെൽ, ആ ഒരു സ്ലോട്ട് എന്ന് പറയുന്നത് ആരും കാര്യമായിട്ട് ഇംപ്രസ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ KKR-നെ നോക്കിക്കഴിഞ്ഞാൽ KKR-ന്റെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് കൂടുതലുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാക്സ്വെലിനെ, ഇപ്പോൾ പ്രത്യേകിച്ച് അന്ന് മുള്ളൻപൂരിൽ നടന്ന മത്സരത്തിൽ ചഹലിന് നല്ല സപ്പോർട്ട് മാക്സ്വെൽ കൊടുത്തു. 2 ഓവറിൽ 5 റൺസ് മാത്രമാണ് മാക്സ്വെൽ എന്ന് വിട്ടുകൊടുത്തത്. വെങ്കടേശ്വറിന്റെ വിക്കറ്റ് എടുക്കുകയും ചെയ്തു. അപ്പോൾ മാക്സ്വെലിനെ വേണമെങ്കിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു കാരണമായേക്കാം, അറിയില്ല. എന്തായാലും ആ ഒരു സ്ലോട്ടിലാണ് ഒരു ചേഞ്ച് പ്രതീക്ഷിക്കുന്നത്. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് നിരയിൽ നിന്നും വെങ്കടേഷ് അയ്യർ. അതിനുള്ള കാരണം ഞാൻ ഈ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു. ആ ഒരു ഹെഫ്റ്റി പ്രൈസ് ടാഗ് ഉള്ള പ്ലെയർ ആണ്, പക്ഷേ അതിന് വർത്തായിട്ടുള്ള ഒരു പെർഫോമൻസ് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ വെങ്കടേഷ് അയ്യർ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നതെന്ന് ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. പഞ്ചാബ് കിങ്സ് നിരയിൽ നിന്നും ശ്രേയസ് അയ്യർ. അറിയാലോ, ശ്രേയസ് അയ്യർ കഴിഞ്ഞ സീസണിൽ നമ്മുടെ KKR-നെ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ്. അപ്പോൾ ഇത്തവണ പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റനാണ്. ഇവർ തമ്മിൽ ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ ആ ഇന്നിംഗ്സിൽ ശ്രേയസ് ഫെയിൽ ആവുകയാണ് ചെയ്തത്. അപ്പോൾ തന്റെ പഴയ ടീമിനെതിരെ മികച്ചൊരു പ്രകടനം പുറത്തെടുക്കാൻ വേണ്ടി ശ്രേയസ് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ശ്രേയസ് എങ്ങനെയാണ് ഈ മത്സരത്തിൽ പെർഫോം ചെയ്യുന്നതെന്നും ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സോ അതോ പഞ്ചാബ് കിങ്സോ? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.